E20 വ്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അരുൺ ജേക്കബ്. നമുക്കറിയാം, ഏതൊരു രാജ്യത്തും താമസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ആ രാജ്യത്തിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും. അത് ആ രാജ്യത്തിൻ്റെ നിർബന്ധമായ ഒരു കാര്യമാണ്. അതുപോലെ ഒന്നാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കാണുന്ന ആധാർ കാർഡുകൾ. നമ്മുടെ ഈ ആധാർ കാർഡുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലുള്ള എല്ലാവർക്കും നിർബന്ധമായ ഒരു കാര്യമാണ്. 2009 നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ ആധാർ കാർഡ് നിലവിൽ വന്നത്. ആധാർ കാർഡ് ആരംഭിച്ചപ്പോൾ അത് ഒരു കട്ടിയുള്ള പേപ്പറിലുള്ള ഒരു പ്രിൻറ്റിംഗ് ആയിരുന്നു. ആ പ്രിൻറ്റിങ്ങിലുള്ള ഒരു നമ്പറായിരുന്നു ആധാർ നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഇ ആധാർ, എം ആധാർ എന്നൊക്കെ വേറെ മറ്റ് 2 രൂപങ്ങളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ആധാർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ആധാർ എന്നും, എം ആധാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ആധാർ എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ ഈ 3 തരത്തിൽ നമ്മുടെ ഈ ആധാർ നമ്പറുകളുണ്ടെങ്കിലും ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആധാർ കാർഡുകൾ തന്നെയാണ്. ആധാർ കാർഡുകൾ ആളുകൾ ഇങ്ങനെ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിന് കൂടുതൽ കംപ്ലയിൻസും വരുന്നുണ്ട്. വേറൊന്നും കൊണ്ടുമല്ല, അതൊരു അല്പം കട്ടിയുള്ളൊരു പേപ്പറിലുള്ളൊരു പ്രിൻറ്റിങ് മാത്രമാണെന്നേ ഉള്ളൂ. ചിലപ്പോൾ ചിലരത് കട്ട് ചെയ്തിട്ട് അതിനെ ലാമിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കട്ട് ചെയ്ത ഒരു കഷ്ണത്തിൽ മാത്രമായിട്ട് കൊണ്ടു കിടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഡുകൾ പലതവണ ഉപയോഗിക്കുന്നുണ്ട്, അത് മുഷിഞ്ഞു പോകുന്നുണ്ട്, അതിന് കീറലുകൾ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി കംപ്ലയിൻസുകളും വരുന്നുണ്ട്. പക്ഷേ 2020 ഒക്ടോബർ മാസം മുതൽ ഈ ആധാർ കാർഡുകളെ ഒരു ATM കാർഡിൻ്റെ രൂപത്തിൽ ഹോളോഗ്രാം, QR കോഡ്, മൈക്രോ ടെക്സ്റ്റ് തുടങ്ങിയ ഫീച്ചേഴ്സോടൊക്കെ കൂടി ഒരു ആധാർ PVC കാർഡ് ഗവൺമെൻറ് ഇറക്കി. നല്ല പ്രിൻറ്റിങ് ക്വാളിറ്റിയും അതിൻ്റെ ലാമിനേഷനുമാണ് അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് പറയുന്നത്. ഈ ആധാർ കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും 5 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് സ്പീഡ് പോസ്റ്റ് വഴി ഈ കാർഡുകൾ നമ്മുടെ കൈവശം എത്തും. നമുക്ക് ആകെ വരുന്ന ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡിന് 50 രൂപ മാത്രമാണ് ഈ കാർഡിന് ആകെ നമുക്ക് ചിലവും വരുന്നുള്ളൂ. പക്ഷേ അതിലുള്ള വേറൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 50 രൂപ മാത്രമാണ് ചിലവ് വരുന്നുള്ളൂ എങ്കിൽ പോലും ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണുള്ളത്. ഒരു 90 അല്ലെങ്കിൽ 95% ആളുകളുടെ കയ്യിലും ഇപ്പോഴും നമ്മുടെ സാധാരണ ആധാർ കാർഡുകൾ മാത്രമാണുള്ളത്. ഇങ്ങനെയുള്ള ഈ കാർഡുകൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് വെറും 5 മിനിറ്റേ മതി. ഈ 5 മിനിറ്റും കൊണ്ട് നമ്മുടെ മൊബൈൽ വഴി, ആ മൊബൈലിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ, ആ മൊബൈൽ വഴി ഇതിന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. www.uidai.gov.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈ ആധാർ എന്നൊരു ഓപ്ഷൻ കാണാം. മൈ ആധാർ എന്ന ലിങ്കിൻ്റെ സബ് ലിങ്കായി ഗെറ്റ് ആധാർ എന്ന ഒരു ലിങ്ക് കാണാം. ഗെറ്റ് ആധാർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ആധാർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു പേജിലേക്ക് പോകുന്നത് കാണാം. ആ പേജിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓർഡർ ആധാർ PVC കാർഡ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓർഡർ ആധാർ കാർഡ് എന്ന ഒരു പേജിലേക്ക് പോകുന്നത് കാണാം. അതിലൊരു ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. ആ ലോഗിൻ ഓപ്ഷനിൽ 12 ഡിജിറ്റുള്ള ആധാർ നമ്പറോ, 16 ഡിജിറ്റുള്ള വെർച്വൽ ID യോ, 28 ഡിജിറ്റുള്ള ഈ ID യോ രേഖപ്പെടുത്താൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ആധാർ നമ്പർ രേഖപ്പെടുത്തുകയാണ്. ആധാർ നമ്പർ രേഖപ്പെടുത്തി നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി കോഡ്, എൻ്റർ എ സെക്യൂരിറ്റി കോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ തന്നിരിക്കുന്ന ആ സെക്യൂരിറ്റി കോഡ് നമ്മളവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അവിടെ നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മൈ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ മൊബൈൽ നമ്പർ ആധാർ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ ആ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം സെൻഡ് OTP എന്നൊരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാം. സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നാം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിൽ നമുക്കൊരു 1 ടൈം പാസ്വേഡ് വരുന്നുണ്ട്. അത് നമ്മളവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മൊബൈൽ നമ്പർ അവിടെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ഈ ഓപ്ഷൻ. ഇപ്പോൾ ഇവിടെ ഒരു OTP വരുന്നത് നിങ്ങൾക്ക് കാണാം. ഈ വരുന്ന 6 അക്ക OTP അവിടെ
ഞാൻ എൻ്റർ ചെയ്യുന്നു. ഞാനവിടെ എൻ്റെ OTP എൻ്റർ ചെയ്തപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഇതിൽ രജിസ്റ്റേർഡ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്ലീസ് ചെക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് എഴുതി വന്നിരിക്കുന്നു. അവിടെ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പറഞ്ഞിരിക്കുകയാണ്. അതിലവിടെ ഇതിൻ്റെ എമൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് വായിച്ച് നോക്കിയിട്ട് നമ്മളവിടുത്തെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിവ്യൂ ആധാർ കാർഡ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും, നമ്മുടെ ഡീറ്റെയിൽസ്, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വന്നിരിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക. അതിൽ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്യാൻസൽ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന 50 രൂപ, ആ 50 രൂപയുടെ ട്രാൻസാക്ഷനുള്ള ഓപ്ഷനിലോട്ടാണ് പിന്നെ പോകുന്നത്. അതിൽ ATM കാർഡുണ്ട്, അതിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഈ ഓപ്ഷനുകൾ കാണുന്നുണ്ട്. പിന്നെ നെറ്റ് ബാങ്കിങ്, പിന്നെ UPI തുടങ്ങിയ ഓപ്ഷനുകൾ അവിടെ കാണാം. അതിൽ നമുക്ക് ഏതാണോ സൗകര്യപ്രദം അത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നാം നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിൽ ഒരു മെസ്സേജ് വരുന്നത് കാണാം. 28 ഡിജിറ്റുള്ള ഒരു SRN നമ്പറാണ് ആ മെസ്സേജിൽ കാണുന്നത്. ഈ SRN നമ്പർ ഉദ്ദേശിക്കുന്നത് നാം ഒരു PVC കാർഡിന് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസാണ് ഈ SRN നമ്പർ. ഇതിന് ശേഷം 5 വർക്കിംഗ് ഡേയ്സിന് ഉള്ളിൽ നമുക്ക് പോസ്റ്റൽ സർവീസ് വഴി കാർഡ് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.